കുറച്ചായി റെസിപ്പി വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്നാൽ പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെ അങ്ങ് കാണിച്ചു തന്നേക്കാന്ന് കരുതി. വീട്ടിലെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ ദോശയാണ്. വളരെ സിമ്പിളായിട്ട് വീശിയൊന്നും എറിയാതെ നല്ല അടിപൊളി ടൊമാറ്റോ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് 1 കപ്പ് റവയാണ്. പിന്നെ ഇതിലേക്ക് 2 തക്കാളിയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും എടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടി. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇടിയപ്പപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഇനി തക്കാളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ റവ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടുത്തതായിട്ട് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി കുറേശ്ശെയായിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കട്ടകൾ കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് ഇതൊന്ന് കറക്കിയെടുക്കുന്നത്. അപ്പോൾ അതേ ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 സാധനങ്ങൾ ചേർക്കാനുണ്ട്. മറ്റൊന്നുമല്ല, ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ കായപ്പൊടി ചേർക്കുന്നത് പൊതുവേ ഈ ടൊമാറ്റോ ദോശയുടെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കായപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ഈസി ടൊമാറ്റോ ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശക്കല്ല് ചൂടാക്കാൻ വെച്ച് കല്ല് ചൂടാവുമ്പോൾ നമുക്ക് ഈ മാവ് ഒഴിച്ച് ചുറ്റിച്ച് ദോശയായി ചുട്ടെടുക്കാം. ദോശ ചുടുമ്പോൾ ഒരു കാര്യം മൈൻഡിൽ വെക്കാൻ മറക്കരുതേ, ഒരുപാട് തിളച്ച് കിടക്കുന്ന കല്ലിലേക്ക് മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ദോശ എല്ലാം കൂടെ ചുരുണ്ട് കയറി വരും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറിയ ചൂടായ കല്ലിലേക്ക് കുറേശ്ശെ മാവ് കോരി ഒഴിച്ച് ഇതുപോലെ വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും തൂക്കിക്കൊടുത്ത് നല്ലതുപോലെ നമുക്ക് മുരിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഇനി തലേന്ന് മാവരച്ച് വെച്ചില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഈ ദോശയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഈ ദോശയുടെ കൂടെ വെള്ളച്ചമ്മന്തിയാണ് സെർവ് ചെയ്യുന്നത്. കറിയൊന്നും ഇല്ലാണ്ട് ചുമ്മാ കഴിക്കാനും ഈ ദോശ അടിപൊളിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.